നിങ്ങൾക്ക് ചെസ് കളിക്കാൻ അറിയോ? ചെസ്സിന്റെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ ചെസ് കളിക്കാൻ അറിയാമെന്ന് നമ്മൾ പറയാം അല്ലേ? പക്ഷെ നിങ്ങളൊരു പ്രൊഫഷണൽ ആണോ? ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളൊരു 3 പാർട്ടിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ചെസ്സിന്റെ ഓപ്പണിങ്സിനെ കുറിച്ചിട്ടും മിഡിൽ ഗെയിമിനെ കുറിച്ചിട്ടും എൻഡ് ഗെയിമിനെ കുറിച്ചിട്ടും. ഇതിനെ മുഴുവൻ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് കളിക്കുന്ന ആൾക്കാരായിരിക്കും എപ്പോഴും പ്രൊഫഷണൽസ് എന്ന് വിളിക്കുക. ഇതേപോലെ സെയിൽസ് ചെയ്യുന്ന നോർമൽ ആൾക്കാരിൽ നിന്ന് പ്രൊഫഷണൽ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു 3 ടെക്നിക്കുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം സെൽ ട്രാൻസ്ഫോർമേഷൻ നോട്ട് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അതിന്റെ കുറേ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല സെയിൽസ്മാൻ അല്ല. മറിച്ച് അവിടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ട് റിസൾട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിലോ അതാണ് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അതായത് ഒരു കസ്റ്റമർക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രൊഫഷണൽ എന്ന് പറയും. രണ്ടാമത്തെ കാര്യം ബിൽഡ് ട്രസ്റ്റ് ബിഫോർ ടീച്ചിങ്. പലപ്പോഴും നമുക്ക് ഒരു ടെലികോളിംഗ് വരുന്ന സമയത്ത് ഒരാൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ആദ്യമേ തന്നെ വിളിച്ചിട്ട് മാം സാർ എൻ്റെ പേര് ഇതാണ്, നേരെ പിന്നെ കമ്പനിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതൊരിക്കലും സക്സസ്ഫുൾ ആവില്ല. മറിച്ച് നല്ലൊരു ബോണ്ടിങ് ഇല്ലാതെ നല്ലൊരു ബ്രിഡ്ജിങ് ഇല്ലാതെ ഒരിക്കലും ഒരു സാധനം ഒരാൾക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ടുണ്ടാകുന്ന കാര്യം ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം കസ്റ്റമറുമായിട്ട്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം ഹാൻഡിൽ ഒബ്ജെക്ഷൻസ് ബിഫോർ ദേ കം. എന്ന് പറഞ്ഞാൽ ഒബ്ജെക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും ഉറപ്പാണ്. അതിൽ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ള ഒബ്ജെക്ഷൻസ് എന്താണെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അത് സംസാരിക്കുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് പറയണത് ഇപ്പൊ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് റേറ്റ് കൂടുതലാണല്ലോ എന്ന് ചോദിച്ചാൽ അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ പ്രസന്റേഷനിൽ അത് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് റേറ്റ് കൂടുതലാണെന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജെക്ഷൻസ് നമുക്ക് നേരത്തെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഏറ്റവും പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. അവർക്ക് ആവശ്യമായിട്ട് എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തുണ്ട്. രണ്ടാമത്തെ കാര്യം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ സ്കെയിലബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. താഴത്ത് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും